പക്ഷെ ഇത് ദാർശനികമായൊരു തത്വത്തെ കൂടി മനസ്സിലാക്കി തരുന്ന വളരെ വിശേഷപ്പെട്ടൊരു ശ്ലോകമാണ്. എന്താ ദാർശനിക തത്വം? ഒരു പരമാർത്ഥം നമ്മളെ ബോധിപ്പിക്കുകയാണ്. കണ്ണുകൊണ്ട് കാണുന്നത് പറയാനുള്ള കഴിവ് ആർക്കില്ല? കണ്ണിനില്ല. ചെവി കൊണ്ട് കേൾക്കുന്നത് പറയാനുള്ള കഴിവ് ചെവിക്കില്ല. നാവ് കൊണ്ട് പറയുന്നതോ നാവ് കണ്ടതുമല്ല കേട്ടതുമല്ല. എന്നിരിക്കെ കാഴ്ചകളെയും ശബ്ദങ്ങളെയും നാവ് വാക്കുകളാക്കി ഉണർന്നൊഴുകുമ്പോൾ, നാവിലൂടെ ഉണർന്നൊഴുകുമ്പോൾ ആ കാഴ്ചകളോ ആ ശബ്ദങ്ങളോ യഥാർത്ഥമായിട്ടല്ല നമ്മൾ അനുഭവിക്കുന്നത്, മറ്റൊരു രൂപത്തിലാണ് നമ്മൾ അനുഭവപ്പെടുന്നത്. സത്യത്തിൽ അതേ ഭാവത്തിലാണ് ഓരോ ക്ഷേത്രങ്ങളിലും ഈശ്വരന്മാരെ കുടിയിരുത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കൈപ്പറമ്പുകാവ് ഭഗവതിയെ കണ്ടവരെത്ര പേരുണ്ടെന്ന് കൈവക്കണം. ഒരൊറ്റ ആള് കൈവക്കുന്നില്ല. കുറെ പേർക്ക് സംശയം. കേട്ടവരെത്ര പേരുണ്ടെന്ന് കൈവക്കണം. ആ, സമാധാനം. തൊട്ടവരെത്ര പേരുണ്ടെന്ന് കൈവക്കണം. ആരും തൊട്ടിട്ടില്ല. മണത്തവരെത്ര പേരുണ്ടെന്ന് കൈവക്കണം. രുചിച്ചവരെത്ര പേരുണ്ടെന്ന് കൈവക്കണം. കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്, തൊട്ടിട്ടില്ല, മണത്തിട്ടില്ല, രുചിച്ചിട്ടില്ല. പക്ഷെ ഇനി അതൊക്കെ ചെയ്യണം. കാരണം നിങ്ങൾ ഈ ക്ഷേത്ര അങ്കണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ പറഞ്ഞ പ്രപഞ്ചത്തിന്റെ കാരണത്തിന്റെ അടയാളമായി വിടർന്നു നിൽക്കുന്നതായി അടയാള വൃക്ഷത്തിന്റെ ചുവട്ടിലൂടെ നിങ്ങൾ ഈ ക്ഷേത്രാങ്കണത്തിന്റെ മതിൽക്കെട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ അകത്ത് ഈ പ്രപഞ്ചത്തിന്റെ കാരണ തത്വമായിരിക്കുന്ന അമ്മയെ കാണാനാണ് ഞാൻ വന്നത്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ പാട്ടുപാടി താരാട്ടുപാട്ടുപാടി ഉറക്കുകയും ഉണർത്തി താലോലിച്ച് മഴയാൽ കുളിപ്പിച്ച് വൃഷ്ടിരൂപേണ സംസ്ഥിത. മഴ അമ്മയാണ്, മഞ്ഞ് അമ്മയാണ്, വെയില്, കാറ്റ്, നാം ചവിട്ടി നടക്കുന്ന ഈ മണ്ണ്, ആകാശം, അനന്തകോടി നക്ഷത്രങ്ങൾക്ക് പാറാവുകാരായ സൂര്യചന്ദ്രന്മാർ, ഇങ്ങനെ സർവ്വതും അമ്മയാണ് എന്ന ആനന്ദത്തോടുകൂടി അകത്തേക്ക് പ്രവേശിച്ച് ആ ശ്രീകോവിലിൽ നിങ്ങൾ കാണുന്നത് ആരെയാണ്? ആരെയാണ്? കൈപ്പറമ്പുകാവ് ഭഗവതിയെയാണ്. അല്ലേ? അപ്പൊ കണ്ടിട്ടുണ്ടോ? ഉണ്ട് എന്ന ആർജവത്തോടുകൂടി ഉറക്ക പറയാൻ നമുക്ക് കഴിയണം. കാണുന്നു, എന്നും കാണുന്നു. കണ്ടില്ലെങ്കിൽ ഉറങ്ങാൻ കഴിയില്ല. കണ്ടില്ലെങ്കിൽ എനിക്കൊന്നും ഒരു വിരലനക്കിക്കൊണ്ട് ഒരു ഇല പോലും മറച്ചിടാൻ ശക്തിയില്ല. കാരണം അമ്മയുണ്ടെങ്കിലേ എനിക്ക് എന്റെ ശ്വാസോച്ഛ്വാസം പോലും ഉള്ളൂ എന്ന് സ്വയം ആർജവത്തോടെ ഉറക്ക വിളിച്ച് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനുവേണ്ടിയുള്ള പരിശീലനമാണ് ക്ഷേത്ര ദർശനം. അപ്പൊ എന്നും വന്ന് തൊഴാം. അല്ലേ? നിത്യദർശനത്തിലൂടെയാണ് നമുക്ക് ഈ ആർജവം കൈവരിക്കാൻ സാധിക്കുക. കേൾക്കുന്നില്ലേ? ഇവിടേക്ക് പ്രവേശിക്കുന്ന സമയത്ത് മണിനാദത്തിലൂടെ, കാറ്റ് കൊണ്ടുവരുന്ന സംഗീതത്തിലൂടെ, കിളികളുടെ നാദത്തിലൂടെ, അകത്ത് കേൾക്കുന്ന മന്ത്രോച്ചാരണത്തിലൂടെ, നാമജപത്തിലൂടെ എല്ലാം ഇവിടെയുള്ള ശബ്ദം മുഴുവൻ ആരാണ്? അമ്മയാണ്. അപ്പൊ കേൾക്കുന്നില്ലേ? മണക്കുന്നില്ലേ? കാറ്റ് കൊണ്ടുവരുന്ന തുളസിയാകട്ടെ, നന്ദ്യാർവട്ടമാകട്ടെ, ചെമ്പകമാകട്ടെ, എന്തിന്റെ ഗന്ധമായാലും ഈ പ്രകൃതിയിലേക്ക് എത്തുമ്പോൾ അത് ഈശ്വരിയുടെ ഗന്ധമായി മാറുന്നു. അവിടെ അകത്ത് നിർമാല്യത്തിന്റെ ഗന്ധം. ആ ഗന്ധമായി നമ്മൾ അനുഭവിക്കുന്നത് ആരെയാണ്? ആരെയാണ്? മണക്കുന്നില്ലേ? ഇനിയോ നമ്മൾ പ്രദക്ഷിണം ചെയ്ത് തൊഴുത് മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ച് കൈ നീട്ടുന്ന സമയത്ത് മേശാന്തിയോ കീഴ്ശാന്തിയോ ആരെങ്കിലും നമുക്ക് ഇത്തിരി പ്രസാദം തരുമ്പോൾ അത് മഞ്ഞളാണെങ്കിൽ ആ മഞ്ഞളിന്റെ ആ മിനുമിനുപ്പിലൂടെ, ആ കുങ്കുമത്തിന്റെ ആ ആർദ്രതയിലൂടെ, ഭസ്മത്തിന്റെ ആ നിർഗുണമായ അവസ്ഥ അനുഭൂതിയിലൂടെ, ചന്ദനത്തിന്റെ തണുപ്പിലൂടെ നമ്മൾ സ്പർശിക്കുന്നത് ആരെയാ? ആരെയാ? ആ അമ്മയല്ലേ? തൊടുന്നില്ലേ അമ്മയെ? നെറ്റിയിൽ തൊടുന്നു. പരദേവതകള്, ധർമ്മദേവങ്ങള്, ഗുരുക്കന്മാര് എല്ലാവരുടെയും അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് എവിടെ തൊടുന്നത്? നെറ്റിയിൽ തൊടുന്നു. കഴുത്തിലെ അമ്മയ്ക്ക് വേണ്ടി തൊടുന്നു. മാറിലോ അച്ഛന് വേണ്ടി തൊടുന്നു. രണ്ട് കൈകളിൽ ബന്ധുമിത്രാദികൾക്കൊക്കെ വേണ്ടി തൊടുന്നു. പിന്നെ നമുക്ക് വേണ്ടി തൊടുന്നുണ്ടോ?
അച്ഛനും അമ്മയ്ക്കും ഗുരുവിനും ധർമ്മദൈവത്തിനും നമ്മുടെ ബന്ധുമിത്രാദികൾക്കും ഒക്കെ സുഖമായ പിന്നെ നമുക്ക് വേറെ ഒരു സുഖം വേണോ? നമ്മുടെ പ്രസാദം തൊടലിൽ പോലും ഉണ്ട് എന്ത്? ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥന. ചുറ്റുമുള്ളതെല്ലാം നന്നായി ഇരിക്കട്ടെ. ഭദ്രം കർണേഭി ശൃണുയാമ ദേവ ഭദ്രം പശ്യേമാക്ഷവർ യജത്രാഹ സ്ഥിരൈഹി അംഗൈഹി തുഷ്ടുവാം സസ്തരൂഭി വ്യശേമ ദേവഹിതം യദായു എന്നുള്ള പ്രാർത്ഥനാ സങ്കല്പം നമ്മുടെ ഈ അനുഷ്ഠാനത്തിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലേക്ക് നമ്മൾ ചേർത്ത് നിർത്തുകയാണ് ക്ഷേത്ര ദർശനത്തിലൂടെ.